നമസ്കാരം, ഏവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു കയറ്റവും പിന്നെ മെയിൻ റോഡും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ എതിർ സൈഡിലേക്ക് നമ്മൾക്ക് എങ്ങനെ വാഹനം എടുക്കാം ആ വിഷയത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു സ്ലോപ്പ് ഉണ്ട്, അതായത് ഒരു ചെറിയൊരു കയറ്റമുണ്ട്, പിന്നെ ഇടയ്ക്കൂടെ മെയിൻ റോഡും ഉണ്ട്. അപ്പോൾ എനിക്ക് മെയിൻ റോഡിൻ്റെ എതിർവശത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ പറയാം കറക്റ്റായിട്ട് എന്തുവാണ് ചെയ്യേണ്ടത്, എന്തുവാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലേക്ക്, ഏത് വശത്തേക്കാണോ പോകേണ്ടത് ആ ഡയറക്ഷനിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒരു സ്ലോപ്പുണ്ട്, അതിന് മുന്നേ ഒരു ബമ്പറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാഹനം സ്ലോ ചെയ്തുകൊണ്ട് സെക്കൻഡ് ഗിയർ ഇട്ടു. സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് ഞാൻ പയ്യെ വാഹനം എടുക്കുകയാണ്. ഇൻഡിക്കേറ്റർ ഞാൻ ഓൾറെഡി, എനിക്ക് റൈറ്റിലേക്കായിരുന്നു പോകേണ്ടത്, റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൾറെഡി ഇട്ടു. ഇതിപ്പോൾ ഈ സ്ലോപ്പിൽ ഞാൻ ക്ലച്ച് അമർത്തിക്കൊണ്ട് ബ്രേക്ക് വിടുവാണെങ്കിൽ വാഹനം പുറകോട്ട് റോൾ ബാക്ക് ആകും. ഇപ്പോൾ എതിർ സൈഡിൽ നിന്ന് വാഹനങ്ങളും കൂടെ വരുന്നുണ്ട്, എനിക്ക് വണ്ടി നിർത്തേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ബ്രേക്ക് അമർത്തിയിരിക്കുകയാണ്, ഫുൾ ക്ലച്ച് അമർത്തി ഞാൻ ഫസ്റ്റ് ഗിയർ ഇട്ടു. ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം പയ്യെ ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ച് പോയിൻ്റായി. അപ്പോൾ ഹാഫ് ക്ലച്ച് പോയിൻ്റ് ആവുമ്പോൾ വാഹനത്തിലൊരു വൈബ്രേഷൻ ഫീലാവും. ഇപ്പോൾ ട്രാഫിക് ക്ലിയറായി. അതുകൊണ്ട് ആ ഹാഫ് ക്ലച്ച് പോയിൻ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാവുന്നതാണ്. ഹാഫ് ക്ലച്ച് പോയിൻ്റ് ആണെങ്കിൽ ബ്രേക്കിൽ നിന്നും കാലെടുത്താൽ വാഹനം പുറകോട്ട് റോൾ ബാക്ക് ആകില്ല. എന്നിട്ട് ആ പോയിൻ്റിൽ നിന്ന് തന്നെ പയ്യെ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വാഹനം സാധാരണ ആക്സലറേറ്റർ കൊടുക്കാതെ തന്നെ, ഡീസൽ വാഹനമാണ് അല്ലെങ്കിൽ മിക്ക പെട്രോൾ വാഹനങ്ങൾ സ്ലോപ്പൊക്കെ കുറവാണെങ്കിൽ തന്നെ മൂവ് ആവും. ഇവിടെ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ അടിയിലോട്ട് ഇച്ചിരി സ്ലോപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ വാഹനം മൂവ് ആവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാഫ് ക്ലച്ച് പോയിൻ്റ് ആക്കിയതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, എന്നിട്ട് പയ്യെ ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് ക്ലച്ച് റിലീസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇടുക, ഏത് ഡയറക്ഷനിലേക്കാണോ പോകേണ്ടത് ആ ഡയറക്ഷനിൽ ഇൻഡിക്കേറ്റർ ഇടുക. എന്നിട്ട് വാഹനം സ്ലോ ചെയ്യുക. പൂർണ്ണമായിട്ട് നിർത്തിയിട്ടിട്ടാണ് എടുക്കേണ്ടത് വരുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇടുക. ഫസ്റ്റ് ഗിയർ ഇടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ബ്രേക്ക് അമർത്തി വാഹനം നിർത്തുക, ബ്രേക്ക് അമർത്തിക്കൊണ്ട് തന്നെ. എന്നിട്ട് ക്ലച്ച് അമർത്തി ഫസ്റ്റ് ഗിയർ ഇടുക. ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം നിങ്ങൾ പയ്യെ ബ്രേക്ക് ഇട്ടിരിക്കുകയായിരിക്കണം, ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ ഫുട് ബ്രേക്ക്. ഇപ്പോൾ ട്രാഫിക്കൊക്കെയാണ്, സിഗ്നലാണ്, ഏറെ നേരം നിർത്തിയിട്ടേക്കേണ്ടി വരുവാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇടുന്നതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ ഫുട് ബ്രേക്ക് ആണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് പയ്യെ ക്ലച്ച് റിലീസ് ചെയ്യുക. ബ്രേക്ക് അമർത്തിക്കൊണ്ട് തന്നെ ക്ലച്ച് റിലീസ് ചെയ്യുക. ഒരു പോയിൻ്റ് വരും, അതായത് ഹാഫ് ക്ലച്ച് പോയിൻ്റ് വരുമ്പോൾ നിങ്ങളുടെ വാഹനം വൈബ്രേറ്റ് ആവാൻ തുടങ്ങും. ഹാഫ് ക്ലച്ചിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. അപ്പോൾ വൈബ്രേഷൻ വരുന്ന ആ പോയിൻ്റിൽ നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണെങ്കിൽ വാഹനം പുറകോട്ട് റോൾ ബാക്ക് ആകില്ല. പിന്നെ മിക്ക വാഹനവും ആ പോയിൻ്റിൽ നിന്ന് തന്നെ സ്വല്പം മൂവ് ആവാൻ തുടങ്ങും. ഇൻ കേസ് മൂവ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട്, വളരെ കുറച്ച് ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് ക്ലച്ച് റിലീസ് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതേപോലത്തെ ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ടാക്കാറുണ്ട്. വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.